ഐം ബാക്ക് അറ്റ് ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം. കുറേ കാലത്തിന് ശേഷം, കുറേ നാളിന് ശേഷം, ഇപ്പോൾ ഒരു 10 ദിവസമായി ഞാൻ വർക്കൗട്ട് ചെയ്തിട്ട്. കാരണം ഒന്ന് ഓണ ടൈമായിരുന്നു. ട്രിവാൻഡ്രം സിറ്റിയിലെ പരിപാടികളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സോ എനിക്ക് ജിമ്മിൽ വരാൻ പറ്റില്ല. ഒന്ന്, എനിക്ക് ജോബുണ്ട്. സോ ജോബിൻ്റെ കാര്യങ്ങളിൽ തിരക്കായിപ്പോയി. പിന്നെ ഓണം ആ ടൈം മൊത്തം ഞാൻ ശബരിമലയിൽ പോയി, വീട്ടിലെ ആവശ്യങ്ങൾ അങ്ങനെ ഒരാഴ്ച മൊത്തം പോയി. എക്സ്ക്യൂസ് പറയുന്ന പോലെയല്ല, ഞാൻ എൻ്റെ മൈൻഡ് ചിന്തിക്കും, ഇതൊക്കെ എൻ്റെ എക്സ്ക്യൂസ് അല്ല. ഐ വാസ് റിയലി ബിസി. അതുകൊണ്ട് എന്തായാലും നടന്നില്ല. പിന്നെ ഇവിടെയൊക്കെ ജിമ്മൊക്കെ അന്ന് തുറന്നിട്ടുണ്ടായിരുന്നു പോലും എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഇങ്ങോട്ടൊന്നും വരാൻ പറ്റില്ല, എനിക്ക് തിരക്കാൻ. ഇന്ന് ഞാൻ ഇപ്പോൾ വന്നു തിരിച്ച്. ഞാൻ ഇന്ന് ജിമ്മിൽ കയറിയില്ല. ഐ ജസ്റ്റ് വോക്ക്ഡ്. ഈ ഗ്രൗണ്ടിൽ കൂടെ കുറച്ച് നേരം ഒന്ന് നടന്നു. ആൻഡ് ഇതൊക്കെ തന്നെയാണ്. വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നു ഡോപ്പമൈൻ ഡീറ്റോക്സ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഞാൻ വ്രതം എടുത്തോണ്ട സമയത്ത്, വെജ് ഡയറ്റ് ആയിരുന്ന സമയത്ത് എനിക്ക് വർക്കൗട്ട് ചെയ്യുമ്പോഴേക്ക് എനർജി ക്രാഷ് ഉണ്ടാവുമായിരുന്നു. എനർജി ക്രാഷ് എന്ന് പറഞ്ഞാൽ ഉള്ളിലൊരു തോന്നൽ, ഉള്ളിൽ പ്രോട്ടീൻ പോകുന്നില്ല, ബയോ അവൈലബിലിറ്റി ഉള്ളൊരു പ്രോട്ടീൻ ഇല്ല. സോ വർക്കൗട്ട് ചെയ്ത് എനിക്കൊന്നും ബോഡി പിടിക്കുന്നില്ല. എന്തായാലും ചേഞ്ചസ് വരുന്നുണ്ട് ബോഡി. കാരണം നേരത്തെ വർക്കൗട്ട് ചെയ്തതിൻ്റെയൊക്കെ മസിൽ മെമ്മറി ഉണ്ട്. കാരണം ബോഡി അത്യാവശ്യം കുറച്ചൊക്കെ ഒന്ന് ഡെവലപ്പായി വരുന്ന സമയത്ത് പണ്ട് അതുകൊണ്ട് ഒരു ഷേപ്പ് ഉണ്ട് ബോഡി. അപ്പോൾ ആ മസിൽ മെമ്മറിയൊക്കെ ഹിറ്റ് ആവുന്നുണ്ട് വീണ്ടും. പക്ഷേ ഇപ്പം വീണ്ടും ഞാൻ പറയില്ല, 1.5 വർക്കൗട്ട് ചെയ്യാതിരുന്നതിൻ്റെ മസിൽ മെമ്മറിയൊക്കെ വീണ്ടും പോയി. തിരിച്ച് വന്നപ്പം സത്യം പറഞ്ഞാൽ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. ഒരു മാസീവ് ഹിറ്റ് ഓഫ് കോൺഫിഡൻസ്. എന്ത് കാര്യത്തിനാണെങ്കിലും. ഇപ്പോൾ ഞാൻ ജോലിക്ക് പോകുമ്പോഴേ കാര്യം, ഇവിടെ ഈ വർക്കൗട്ട് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ കോൺഫിഡൻസ് ഭയങ്കര ഇടിഞ്ഞിരിക്കുകയായിരുന്നു. എൻ്റെ ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഉള്ളിൽ ഒരുപാട് ഇങ്ങനെ നിൽപ്പുണ്ട്. ഒരുപാടെന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറയുന്ന ജിയോ പൊളിറ്റിക്സ്, ഇപ്പോഴത്തെ പുതിയ ടാക്സ് റെജി, ഇതൊക്കെ എനിക്ക് ആരോടെങ്കിലും സംസാരിക്കാമെന്ന് നിങ്ങളോട് ഞാൻ സംസാരിക്കും. ഇപ്പോഴത്തെ GST 2.0 വന്നു. കുറേ റെഗുലർ ഐറ്റംസിന് 5% GST ആയിരുന്നു. അതിപ്പം താന്ന് 0% GST ആയി. കുറേ ഐറ്റംസിന് 12% ആയിരുന്നേക്കെ ഇപ്പോൾ കുറേ 5% ആയി. ചില 12% 0% ആയി. നമുക്ക് മെഡിസിന്, ഇൻഷുറൻസിന്, ബ്രെഡിന്, ചോക്ലേറ്റ് ഐറ്റംസ്, പാല്, ഇതൊന്നും ടാക്സ് ഇല്ല. ഇറ്റ്സ് എ റിയലി ഗുഡ് തിങ്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പല കാര്യങ്ങൾ ചിന്തിച്ച് നോക്കുമ്പോഴും, ഇപ്പം ഞാൻ പറയില്ല, നേരത്തെ കഫേയിൽ പോകുന്ന ശീലം, റെസ്റ്റോറൻറ്റ്സിൽ പോകുന്ന ശീലമൊക്കെ ഉണ്ടായിരുന്നു. വല്ലപ്പോഴും ഇപ്പോൾ ഫുഡ് കഴിക്കാൻ പോകും. പ്രോട്ടീൻ റിച്ച് ഫുഡാണ് കഴിക്കാൻ പോകുന്നുണ്ട് എപ്പോഴും. കാരണം ഇപ്പം കഴിക്കാൻ തോന്നുമ്പോഴത്തേക്കും ഞാൻ പോയി ഒരു ഷവായം കഴിക്കും, അല്ലെങ്കിൽ ഒരു ചിക്കൻ. ഞാനങ്ങനെ കൂടുതൽ ഈ ബീഫും മട്ടനും കഴിക്കുന്ന ആളാണ്. പക്ഷേ കഴിക്കും, എനിക്ക് മട്ടൻ ഇഷ്ടമാണ്, ബീഫും ഇഷ്ടമാണ്. ബട്ട് നോർമലി ഐ പ്രിഫർ ചിക്കൻ. കാരണം ചിക്കനാണ് എനിക്കിഷ്ടമുള്ളത്. 2 ചിക്കനാണ് ഏറ്റവും നല്ല പ്രോട്ടീൻ സോഴ്സ്. സോ ഐ പ്രിഫർ ചിക്കൻ, ദെൻ ഫിഷ്, ദെൻ ബാക്കി മീറ്റുകൾ. ചിക്കനും ഫിഷും എനിക്ക് ഒരുപോലെയാണ്. കഴിക്കാൻ ഇഷ്ടം ചിക്കനാണ്, ചിക്കനും മട്ടൻ അങ്ങനെ. സോ ടാക്സ് റെജീംസിൽ വന്നു. അപ്പോൾ ഇനി റെസ്റ്റോറൻറ്റ്സിൽ പോകുമ്പോഴത്തേക്കും ഒരുപാട് ടാക്സ് കട്ട് ഉണ്ടാവും. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ, ഇനി റെസ്റ്റോറൻറ്റ്സിൽ പോയി ഒരു ചോക്ലേറ്റ് ഐസ്ക്രീമൊക്കെ വാങ്ങിക്കുമ്പോൾ കുറവായിരിക്കും റേറ്റ്. കാരണം ഒരുപാട് എന്തായാലും ഈ ടാക്സിന് വ്യത്യാസം വന്നല്ലോ. മെഡിസിൻസിന് ടാക്സ് ഇല്ല, ഇൻഷുറൻസിന് ടാക്സ് ഇല്ല. ബിഗ് റിലീഫ്. കാരണം ഇൻഷുറൻസിന് ടാക്സ്, ഹെൽത്ത് ഇൻഷുറൻസിന് ടാക്സ് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ചിന്തിക്കുമ്പോൾ എന്തിനാണ് ഹെൽത്ത് ഇൻഷുറൻസിനും ടാക്സ് എന്നൊക്കെ. മെഡിസിൻസിന് ടാക്സ് ഇപ്പം ഒന്നുമില്ല. സോ ഇറ്റ്സ് എ റിയലി ബിഗ് റിലീഫ്. 1, 2, ഇപ്പം 2 സ്ലാബ് റേറ്റായി ടാക്സ് അല്ല, ഈ GST 2 റേറ്റായി. അതായത് 5%ഉം 18%. ആൻഡ് കാറുകൾക്കൊക്കെ വളരെയധികം റേറ്റ് കുറഞ്ഞു. ആൻഡ് ഐ ആം റിയലി എക്സൈറ്റഡ് അബൌട്ട് ഇറ്റ്. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല എക്സൈറ്റഡ് ആണെങ്കിലും, ഇതൊക്കെ കാണുമ്പോൾ എക്സൈറ്റ്മെൻറ്റ് അങ്ങനെ. സോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. സോ ടാക്സ് റെജീമിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു. ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമാണ്. പിന്നെ വേറൊരു കാര്യം, ഞാനിപ്പം ഈ ഡോപ്പമൈൻ ഡീറ്റോക്സും അല്ലാതെ ഡയറ്റൊക്കെ നോക്കാമെന്ന് പറഞ്ഞില്ലേ. നിങ്ങൾ സാധാരണ ഡയറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഇത് എൻ്റെ ഒരു ലോജിക്കാണ് ഞാൻ പറയുന്നത്. ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ, ഒന്ന് ഡയറ്റ് ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ, അത്യാവശ്യം കുറച്ചൊക്കെ കാര്യങ്ങൾ അറിയാമെങ്കിൽ, ഒന്ന് നിങ്ങളുടെ ഇൻസുലിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കും. കാരണം എനിക്ക് ആദ്യം എനിക്ക് റിസൾട്ട് വന്ന് തുടങ്ങിയത് ഞാൻ ഡയറ്റ് ചെയ്തപ്പം ഇൻസുലിൻ മെയിൻറ്റെയിൻ ചെയ്ത് തുടങ്ങിയിട്ടാണ്. അതായത് എൻ്റെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടാതെ, ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടി ഞാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ഫുഡ് കഴിക്കുന്ന കാര്യത്തിൽ ആ രീതിയിൽ കോൺഷ്യസ് ആയിരുന്നു. ഇഷ്ടമുള്ളതൊക്കെ ഞാൻ കഴിക്കില്ലെന്നല്ല, ഞാൻ അന്ന് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആയിരുന്നു. ഇഷ്ടമുള്ളതൊക്കെ ഞാൻ കഴിക്കും. എനിക്ക് ഇപ്പോഴത്തെ എൻ്റെ ഒരു റൊട്ടീൻ വെച്ച്, അല്ലെങ്കിൽ എൻ്റെ ഒരു വർക്ക് ലൈഫ് വെച്ച് എനിക്കിപ്പോൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല. അതുകൊണ്ട് ഫാസ്റ്റ് ചെയ്യാൻ പറ്റുമ്പോൾ ഞാൻ ഫാസ്റ്റ് ചെയ്യും. എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്കൊരു
1 ഡേ 2 ഡേ ഫാസ്റ്റൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഫാസ്റ്റ് ചെയ്യേണ്ട രീതിയുണ്ട്. ഒറ്റയടിക്ക് നാളത്തെ ഒന്ന് ഫാസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ചെയ്യാൻ പോകാൻ പറ്റില്ല. ഫാസ്റ്റ് ചെയ്യേണ്ട രീതിയുണ്ട്. അതുകൊണ്ട് വി വിൽ ഡു ദ ഹെൽത്തി വേ ഓഫ് ഫാസ്റ്റിംഗ്. പിന്നെ ഇതൊക്കെ എൻ്റെ പരീക്ഷണമാണ്, ഞാൻ ആർക്കും ട്രൈ ചെയ്യാൻ എൻകറേജ് ചെയ്യില്ല. പിന്നെ കുറേ കാര്യങ്ങൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്ന കുറച്ച് എനിക്കറിയാവുന്ന കുറേ കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് അണ്ടർസ്റ്റാൻഡ് ചെയ്യും. അതായത് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ കൂടുതൽ നിങ്ങൾ നിങ്ങളുടെ റിയൽ ലൈഫായിട്ട് റിലേറ്റ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കണം. കാരണം നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇതിലൊരു പ്രാക്ടിക്കൽ വേ ഓഫ് ഇംപ്ലിമെൻറ്റിങ് തിങ്സ്, അതായത് ഇതിൽ കുറച്ചുകൂടെ പ്രാക്ടിക്കൽ വേ ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ നിങ്ങൾ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ടാണ്. കാരണം ഞാനങ്ങനെ ഡയറ്റ് ചെയ്യുമ്പോഴും ഞാൻ ഈ ഹാർഡ് കോർ ഡയറ്റ് ഇങ്ങനെ ഒരു പ്രോപ്പർ പ്ലാൻ വെച്ച് ഇങ്ങനെ ഡയറ്റ് ചെയ്യുന്ന ഒരാളല്ല. ഞാൻ പറയില്ലേ, സാധാരണ മനുഷ്യനാണ്. എനിക്കിതൊരു ലൈഫ് സ്റ്റൈൽ പോലെ കൊണ്ടുപോകാനാണ് ആഗ്രഹം. അല്ലാതെ എനിക്കിതൊരു ഇന്ന ഡയറ്റ്, ഇന്ന ഫുഡ്, അല്ലെങ്കിൽ ഞാൻ ഈ സമയത്ത് റാഗി പുട്ട്, റാഗി ദോശ, ചപ്പാത്തി മാത്രം, അല്ലെങ്കിൽ ഇതൊക്കെ കഴിക്കുള്ളൂ, ചിക്കൻ, റോ ചിക്കൻ, ഫ്രൈഡ് ചിക്കൻ ഇല്ല. അങ്ങനെ ഫ്രൈഡ് ചിക്കൻ കഴിക്കുന്നത് അത്ര നല്ലതല്ലേ ഗിരി, ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് നോർമൽ ടൈപ്പ് ഓഫ് ഡയറ്റിങ് അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പം ഞാൻ കാര്യങ്ങൾ കാണിച്ചു തരും. പിന്നെ ഇന്നിപ്പോൾ ഇവിടെ ഒന്ന് കുറച്ച് നടന്ന് ഇപ്പോൾ നാളെയും കൂടെ എനിക്ക് വർക്കിംഗ് ഡേ ആണ്. ശനി ഞായർ അവധി. അപ്പോൾ ഇന്നത്തെ വാമപ്പൊക്കെ ചെയ്തിട്ട് ഇന്നത്തെ വാമപ്പം കുറച്ച് ലൈറ്റ് വർക്കൗട്ട്, പുഷപ്പ് സ്ക്വാട്ട്, കുറച്ച് ഡിപ്സ് ചെയ്യാൻ. ഇപ്പോൾ അവിടെ ഡിപ്സിൻ്റെ സാധനങ്ങളൊക്കെ ഇട്ടേക്കും, അതുകൊണ്ട് ഡിപ്സ് ചെയ്യാൻ പറ്റില്ല. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പുഷപ്പ്, സ്ക്വാട്ട്, പിന്നെ കുറച്ച് ബർപ്പീസ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ ബോഡി ഒന്ന് വാമാവും. നാളെ ഇതുപോലെയൊക്കെ തന്നെ കുറച്ച് കാര്യങ്ങൾ ചെയ്യും. തിങ്കളാഴ്ച തൊട്ട് വീണ്ടും ജിമ്മിൽ പോകുന്നു, സ്റ്റാർട്ട് വർക്കൗട്ട്. കാരണം ഞാൻ പറയില്ലേ, വെജ് കഴിച്ചുകൊണ്ട സമയത്ത്, വർക്കൗട്ട് ചെയ്ത സമയത്ത് ഞാൻ ചിന്തിച്ചു, ഈ വർക്കൗട്ടൊക്കെ ചിക്കനെ കഴിച്ചിട്ട് വന്നിട്ട് വെയിറ്റൊക്കെ എടുത്തിട്ട് പക്കയായിട്ട് അടിച്ച് കയറ്റിയാൽ എന്ന് പറഞ്ഞാൽ ഐ ക്രേവ്ഡ് ദാറ്റ് പമ്പ്, യുനോ. കാരണം കുറച്ച് വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് ആ ഒരു ടയർഡ്നെസ് ഫീൽ ചെയ്യായിരുന്നു. ഇപ്പം എനിക്ക് അങ്ങനെയല്ല. ഇപ്പോൾ ഫുഡൊക്കെ ആയിരിക്കും ഫ്യൂൾഡ് അപ്പ് ആയിരിക്കുകയാണ്. ഫുഡ് കയറുമെന്ന് പറഞ്ഞാൽ കൺട്രോൾഡ് ആണ് ഫുഡ്, ഇല്ലെന്നല്ല, വെരി കൺട്രോൾഡ്. ഉച്ചയ്ക്ക് ഞാൻ കഴിച്ചു, വൈകുന്നേരം ഞാൻ ഒരു ഷവായി കഴിച്ചു വിത്ത് കുബൂസ്, നത്തിങ് എൽസ്. അത്രേ ഉള്ളൂ. കാരണം കാർബ് ഞാൻ കുറച്ചു, പ്രോട്ടീൻ കൂട്ടി കഴിച്ചു. ഉച്ചയ്ക്ക് സാധാ ചോറായിരുന്നു. ചോറ്, മീൻകറി, അവിയൽ, തോരൻ. ചോറ് കഴിക്കുമ്പോൾ ഞാൻ വളരെ കുറച്ച് ചോറേ കഴിക്കാറുള്ളൂ. എനിക്ക് ഫൈബർ കണ്ടൻ്റ് ഉള്ള വെജിറ്റബിൾസ് എനിക്ക് വേണം. ചോറ് കഴിക്കുമ്പോൾ എനിക്ക് വെജിറ്റബിൾസ് വേണം. പിന്നെ ഫിഷും വേണം. ഫിഷ് അല്ലെങ്കിൽ മീറ്റ് ഐറ്റംസ് എന്തെങ്കിലും കഴിക്കും. കാര്യം കാരണം നമ്മളിപ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ പ്ലേറ്റിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഹൈ പ്രോട്ടീൻ, സെക്കൻഡ് ഹൈ ഫൈബ്രസ്, തേർഡ് ആൻറ്റി ഓക്സിഡൻസ് കൂടിയ ഫുഡ്. ഇതെല്ലാം വേണം. ഇത്രയാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് എൻ്റെ പ്ലേറ്റിൽ. ഇതുണ്ടെങ്കിൽ ഇറ്റ്സ് എ പ്രോപ്പർ വണ്ടർഫുൾ ഡയറ്റ് ഫോർ മീ. പിന്നെ കുറച്ച് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുമ്പോൾ ചോറാണെങ്കിൽ ചോറ്, ചപ്പാത്തി ആണെങ്കിൽ ചപ്പാത്തി, ദോശയാണെങ്കിൽ ദോശ, എന്താണെന്ന് വെച്ചാൽ. പിന്നെ ബാക്കി ഇൻ ഡീറ്റെയിൽ നമ്മൾ കുറേ കാര്യങ്ങളെ പറ്റി സംസാരിക്കും. പ്രീബയോട്ടിക്, പ്രോബയോട്ടിക്, ഇതെല്ലാം പറ്റി നമ്മൾ സംസാരിക്കും. പിന്നെ പറഞ്ഞു വന്ന കാര്യം, ഇത് അത്യാവശ്യം നോളജ് ഉള്ള ഒരാളാണെങ്കിൽ അവൻ്റെ ഇൻസുലിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കും. പിന്നെ അത്യാവശ്യം പ്രോ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ, ഇത് എൻ്റെ മൈൻഡ് സെറ്റാണ്, എൻ്റെ രീതിയാണ്, അവൻ്റെ മെറ്റബോളിസം ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കും. ഫുഡിൽ കൂടെ ആണെങ്കിലും വർക്കൗട്ടിൽ കൂടെ ആണെങ്കിലും എങ്ങനെയാണെങ്കിലും. കാരണം മസിൽ മാസ് കൂടിക്കഴിഞ്ഞാൽ മസിൽ കീപ്പപ്പ് ചെയ്യാനായിട്ട് മെറ്റബോളിസം വേണം, മസിൽ റിപ്പയർ ചെയ്യാൻ മെറ്റബോളിസം വേണം. ഫുഡ് കഴിക്കുമ്പോൾ ഹൈ ഫൈബറസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോൾ ഫൈബറിൽ നിന്ന് ഗ്ലൂക്കോസ് റിലീസ് ചെയ്തെടുക്കാനും ബോഡി വർക്ക് ചെയ്യും. സോ അവിടെയും മെറ്റബോളിസം കൂടെയാണ്. സോ ദീസ് ആർ ദ സ്മാർട്ട് വേസ് ഓഫ് ഡൂയിങ് ദാറ്റ്. മനസ്സിലാവും? ഇതാണ് നമ്മൾ കൂടുതലും പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത്, സ്മാർട്ട് വേസ്. അതായത് നമ്മൾ ഫുഡ് കഴിക്കുന്ന ഫുഡ് പോലും അത്യാവശ്യം എനർജി എടുക്കും റിലീസ് ചെയ്യാനായിട്ട്. പിന്നെ റിലീസ് ചെയ്ത് കിട്ടുന്ന സാധനവും നമുക്ക് വളരെയധികം ബെനിഫിഷ്യലും ആയിരിക്കും. അതുകൊണ്ട് we are going to do the smart way. That's it for today. അതുകൊണ്ട് അതുപോലെ തന്നെ സെൽഫ് കൺട്രോൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ ഇപ്പോഴത്തെ എൻ്റെ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഡോപ്പമൈൻ ഡീറ്റോക്സ് ഒന്നും അങ്ങനത്തെ കുഴപ്പമൊന്നുമല്ല. ഡോപ്പമൈൻ ഒരു ബേസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കും. ഡോപ്പമൈനൊരു ബേസ് ലെവലുണ്ട്. നമ്മളിപ്പോൾ ജസ്റ്റ് ഈ സ്ക്രോളിങ്ങും പ്ലഷേഴ്സും കാര്യങ്ങളൊക്കെ, മാസ്റ്റുർബേഷൻ, സ്ക്രോളിങ്, പ്ലഷേഴ്സ് ഇതൊക്കെ ആണെങ്കിൽ നമ്മളെ ഡോപ്പമൈൻ എപ്പോഴും ഇങ്ങനെയൊക്കെ ആയിരിക്കും. മനസ്സിലാവും? നമുക്കെപ്പോഴും ഇതൊരു ബേസ് ലെവലാണെന്ന് വെച്ചോ.
എൻ്റെ ആഗ്രഹം ബേസ് ലെവലിന് കുറച്ച് മുകളിൽ ബേസ് ലെവൽ കൊണ്ടുവന്ന് ഇങ്ങനെ പോകണമെന്നാണ്. കാരണം ആ ഒരു പോകുമ്പം ഹൈ ലെവൽ ഓഫ് കോൺഫിഡൻസ് മനസ്സിലായി. അതായത് എനിക്ക് വർക്കൗട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന സംഭവം അതാണ്. ഞാൻ വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ഒന്ന് എൻ്റെ മൈൻഡ് ഞാൻ പറഞ്ഞ് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കണമല്ല, മൈൻഡ് അങ്ങനെയാണ്, ദാറ്റ്സ് ഓട്ടോമാറ്റിക്. അതായത് വർക്കൗട്ട് ചെയ്യുമ്പം എൻ്റെ ബോഡിക്ക് ആ ഒരു ബ്ലിസ്ഫുൾ മൊമെൻ്റ് ഉണ്ടല്ലോ, അത് കിട്ടി. എൻ്റെ ലൈഫിൽ ഞാൻ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, എൻ്റെ ബോഡി ചേഞ്ചസ് വരുന്നുണ്ട്, ലൈക്ക് എൻ്റെ ബോഡി വരുന്ന ചെറിയ ചേഞ്ചസ് പോലും ഞാൻ നോട്ടീസ് ചെയ്യും. എപ്പോഴും കുറച്ച് കണ്ണാടിന് മുമ്പിൽ കുറച്ച് നിൽക്കുന്ന ആളാണ് എന്ന് കരുതിക്കോ. അതുകൊണ്ട് എൻ്റെ ബോഡിയിൽ ഞാൻ അത്യാവശ്യം നോട്ടീസ് ചെയ്യും. പിന്നെ സ്കിൻ കെയർ ചെയ്യുമ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല ഫീൽ കിട്ടാറുണ്ട്. പിന്നെ ഈ വീഡിയോ ചെയ്യുമ്പോഴും എനിക്ക് അത്യാവശ്യം നല്ല ഫീൽ കിട്ടാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. വീഡിയോ ചെയ്യുമ്പോൾ ഇറ്റ്സ് വെരി ബ്ലിസ്ഫുൾ. ഇതിന് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടാൻ പോണ ഡോപ്പമൈൻ റഷിനൊന്നൊരു കയ്യും കണക്കില്ല. അതുകൊണ്ട് എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്ത് മോട്ടിവേഷൻ കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഡോപ്പമൈൻ ഉണ്ടല്ലോ, അതാണ് ഞാൻ പറയുക. ഡോപ്പമൈൻ ആസ് എ ന്യൂറോ ട്രാൻസ്മിറ്റർ, ആസ് എ ഹോർമോൺ, ഇറ്റ്സ് എ മോട്ടിവേറ്റിംഗ് ഹോർമോൺ. അതായത് നമ്മുടെ പ്ലഷേഴ്സിനെ കൊണ്ടുവരുന്ന സാധനമല്ല. നമ്മളിപ്പോൾ ഒരു സംഭവം ചെയ്തു, അതായത് ഞാനിപ്പോൾ വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോൾ എനിക്കൊരു പ്ലഷർ കിട്ടുമല്ലോ. അതായത് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ് എൻ്റെ ബോഡിയുടെ റിസൾട്ടൊക്കെ കാണുമ്പോൾ, അല്ലെങ്കിൽ എനിക്ക് കുറച്ചൊരു ആ ഒരു കോൺഫിഡൻസും ഫീൽ ഗുഡ് ഫാക്ടേഴ്സൊക്കെ ഉണ്ടാകുമ്പോൾ, ലൈക്ക് ബോഡി ചെറിയ മസിൽ പെയിനൊക്കെ വരുമ്പോഴത്തേക്ക് എനിക്കൊരു സന്തോഷമാണ്. കാരണം കറക്റ്റായി ഹിറ്റായി. എനിക്ക് ഫോമിൻ്റെ എത്തിയ ആളാണ് ഞാൻ കുറച്ച്. കാരണം എൻ്റെ ഫോമൊക്കെ എനിക്ക് കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ എനിക്കൊരു മര്യാദ. അതുകൊണ്ട് ഞാൻ ഫോം കറക്റ്റായിട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ മസിൽസിൻ്റെ കറക്റ്റ് ബൈസപ്സ് ആണെങ്കിൽ ബൈസപ്സിൻ്റെ ഈ ഭാഗം കറക്റ്റ് ഹിറ്റാകുമ്പോൾ കിട്ടുന്നൊരു പ്ലഷറുണ്ട്. വേദനിക്കുമ്പോൾ ഒരു പ്ലഷർ, ആ വേദനയ്ക്കൊരു പ്ലഷറാണ്. ഞാനിപ്പോൾ ഡോപ്പമൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്. അതായത് ഈ വക പ്ലഷേഴ്സിന് മെയിൻലി ഡോപ്പമൈൻ യൂസ് ചെയ്യുക, മറിച്ച് മറ്റേ പ്ലഷേഴ്സിന് ഡോപ്പമൈൻ യൂസ് ചെയ്യാതിരിക്കുക. കാരണം ഞാനിപ്പോൾ ഡെയിലി ഷുഗർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നു. ആ ആക്ടിവിറ്റി എനിക്ക് നല്ലതല്ല. പക്ഷേ ഇപ്പം ഞാൻ ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പം ഞാൻ ഷുഗർ കഴിക്കുന്നു, പോട്ടെ, ഇന്ന് ഞാൻ കഴിച്ചു, നാളെ കുറച്ച് കഴിക്കാം, മറ്റന്നാൾ കുറച്ച് കഴിക്കാം, പിന്നെ കഴിക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പോഴും കഴിക്കുമ്പം എൻ്റെ ബ്രെയിനിൻ്റെ റെപ്റ്റീലിയൻ സൈഡ്, അതായത് എൻ്റെ ആ ഒരു സർവൈവൽ ബ്രെയിനിന് ഞാൻ കൊടുക്കുന്ന സംഭവം എന്താണ് പറയാണ്, ഇതാ ഷുഗർ കിട്ടി കഴിച്ചോ. അപ്പോൾ എൻ്റെ ബ്രെയിൻ വീണ്ടും എന്നെ എന്തുവാണ് എൻകറേജ് ചെയ്യുന്നത്, ഷുഗർ കിട്ടേണ്ട സമയമായി, ഷുഗർ കഴിക്കുക. ഇന്നലെ ഷുഗർ കിട്ടിയപ്പോൾ നല്ല രസമായിരുന്നു, ബോഡിക്ക് നല്ല എനർജി കിട്ടി, സോ ഷുഗർ കഴിക്കുക. അതുകൊണ്ട് അത് ഞാൻ പ്ലാൻ ചെയ്യുന്നില്ല. അത് ഷുഗറിൻ്റെ കാര്യത്തിൽ നിന്നല്ല, എന്ത് പ്ലഷർ ആണെങ്കിലും ഈ ഒരു ലോജിക്ക് ഉപയോഗിച്ച് നോക്കുക. നിങ്ങൾ ചിന്തിച്ച് നോക്കുക, എന്ത് പ്ലഷർ ആണെങ്കിലും ഈ ഒരു ഫാക്ടർ വരും. അതുകൊണ്ട് പ്ലഷേഴ്സ് ഇൻഡൾജഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ബെനിഫിഷ്യൽ അല്ലെങ്കിൽ ചെയ്യാൻ പോകരുത്, മാക്സിമം അവോയ്ഡ് ചെയ്യുക. പിന്നെ ഓവറായിട്ട് ഇപ്പം ഞാൻ ഒരു 5 ദിവസം ഷുഗർ കഴിക്കായിരുന്നു, 5 ദിവസം കഴിഞ്ഞിട്ട് ചെയ്തേ പറ്റുള്ളൂ ചെയ്യുക. വീണ്ടും 5 ദിവസം കൊടുക്കുക, 5 6 നോക്കുക, 7 നോക്കുക. കാരണം പയ്യെ നമുക്ക് ആ ഒരു ഡോപ്പമൈൻ റഷ് ഉണ്ടല്ലോ, അത് നമുക്ക് കുറച്ച് കൊണ്ടുവരണം. കാരണം ആ ഒരു ഫാക്ടറിൽ നമുക്ക് ഡോപ്പമൈൻ കിട്ടുന്ന കാര്യം കുറച്ച് കൊണ്ടുവന്നിട്ട്, മറിച്ച് മറ്റേ സൈഡിൽ കൂടെ വേറെ കാര്യങ്ങൾ നമുക്ക് ഡോപ്പമൈൻ ഹിറ്റ് കൊടുക്കുക. കാരണം എങ്ങനെ കൊടുത്താലേ നമുക്ക് ആ ഡോപ്പമൈൻ ബേസ് ലെവൽ കൊണ്ടുവരാൻ പറ്റും, നമുക്ക് റിസൾട്ട് ഉണ്ടാവുമെന്ന് മനസ്സിലാവത്തുള്ളൂ, നമ്മൾ കോൺഫിഡൻസും കൂടത്തുള്ളൂ, നമുക്ക് ഫീൽ ഗുഡ് ആവത്തുള്ളൂ. സോ നമുക്ക് ഡോപ്പമൈൻ വേണം. ഡോപ്പമൈൻ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഹോർമോൺ. പക്ഷെ ഡോപ്പമൈൻ കിട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഫോക്കസ് ചെയ്യുക, അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അതാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. എൻ്റെ ലൈഫിനെ എൻ്റെ കൺട്രോളിൽ കൊണ്ടുവരുമ്പോൾ എനിക്ക് കിട്ടാൻ പോകുന്ന ആ ഒരു ബ്ലിസ്ഫുൾ കോൺഫിഡൻസ്. ദാറ്റ്സ് വാട്ട് ഐ ആം എയിമിങ് ഫോർ, ദാറ്റ്സ് വാട്ട് ഐ ആം ട്രൈവിങ് ഫോർ. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ബാക്കി നമുക്ക് നോക്കാം.